ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും സാന്ദ്രയും തമ്മിലുള്ള പ്രേമം ഇപ്പൊ ഇവിടെ എല്ലാവരും അറിഞ്ഞു കാണും. വലിയ മോൻ വന്ന് ചെറിയ മോനിനോടും ഈ ആമനിപ്പേട മോനിനോടും പറഞ്ഞു കാണും. വർമ്മയും പത്മയും തമ്മിൽ കണ്ടുമുട്ടാനും ഒരുമിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാ. വർമ്മയെ തളയ്ക്കണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? ആദ്യം അയാള് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് എന്നെ വിളിക്കും. ശരി. അമ്മ അയാള് ചെന്ന് കൊളുത്തി കൊടുത്തു കാണും. ഇനി അമ്മയുടെ ചീത്ത കൂടി കേൾക്കണല്ലോ ദൈവമേ. എന്താമേ? എടാ, നീ എവിടെയാ ഇപ്പോ? ഞാനിവിടെ ടൗണിലുണ്ട്. നീയേ ഇന്ന് ആ ജഗന്റെ അടുത്ത് പോയിരുന്നോ? പോയല്ലോ. അയാൾക്ക് ഫുഡും കൊണ്ടുകൊടുത്തു. എന്നാലേ ഒരു സംശയം. നീയേ അയാളെ പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിലേക്കൊന്ന് വന്നേ. ശരി അമ്മേ. അവൻ രക്ഷപ്പെട്ടല്ലോ അമ്മേ. ചതിച്ചല്ലോടാ. ഞാൻ അയാൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്താണല്ലോ. ഒന്നില്ലെങ്കിൽ അവൻ തനിയെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവനെ രക്ഷപ്പെടുത്തി. ആര് രക്ഷപ്പെടുത്താൻ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനി മുതലേ നമ്മളെ ശരിക്കും പേടിക്കണം. അടക്കി വെച്ച അമർഷമല്ല അവൻ നമ്മളോട് തീർക്കാൻ ശ്രമിക്കും. അവനെ പ്രതികാരം തീർക്കാൻ ഇറങ്ങിയ പിന്നെ നമ്മളില്ല. അവനിനി നമ്മളായിരിക്കും മുഖ്യ ശത്രുക്കള്. നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ഒരേ ഒരു വഴിയേ ഉള്ളിനി. ജഗനെ കണ്ടെത്തണം. അത് നടന്നില്ലെങ്കിൽ നമ്മുടെ അവസാനമാ. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നീ വാ. ആകാശത്ത് പൂർണ്ണചന്ദ്രനെ കാണുന്നില്ലല്ലോ. എന്താ വരാത്ത? ദൈവമേ, എന്റെ ഹൃദയമേടം. ഇന്ന് ഞാൻ എന്റെ ഭാര്യയോട് എന്റെ പ്രണയം തുറന്നു പറയും. പ്രത്യക്ഷമായും പരോക്ഷമായും ചേച്ചിയുടെ സപ്പോർട്ട് അവനുണ്ട്. അതുകൊണ്ട് തന്നെയാ അവൻ ഇങ്ങനെ വഷളാവുന്നത്. അതിൽ യാതൊരു സംശയം വേണ്ട. നീയും ഞാനും ഒക്കെ സമൂഹത്തിലിറങ്ങി നടക്കുന്നതല്ലേ? നമുക്കൊരു മാന്യതയില്ലേ? എന്റെ കാര്യം വിടുകേട്ട. എന്നെ പോലാണ് ഏട്ടൻ. ജനസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവല്ലേ? അതിലുപരി സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയല്ലേ? ഏട്ടന്റെ മുഖത്തേക്കല്ലേ ഈ വൃത്തികെട്ടവൻ ചെളിവാരി എറിയുന്നേ? എറിയുന്നത് ചെളിയാണെന്ന് അവന് തോന്നിയിട്ട് വേണ്ടേ ശേഖരേട്ട? അവന് ചെളിയും ചെമ്പരത്തിയും മുല്ലപ്പൂ ഒക്കെ ഒരുപോലെയാ. തെറ്റുകളെല്ലാം വലിയ ശരികളാണെന്ന് വിശ്വസിക്കുന്നവരോട് എന്തു പറയാനാ? അതും പബ്ലിക് റോഡിൽ നിന്ന്. ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ? നമ്മളാരും സദാചാര പോലീസ് ചമഞ്ഞ് പറയുന്നൊന്നുമല്ല. എന്തിനും ഏതിനും ഒരു അന്തസ് വേണ്ടേ? ആ സാന്ദ്ര എന്ന പെണ്ണ് ഇവന്റെ വലയിൽ പോയി എങ്ങനെ പെട്ടുന്നാ ഞാൻ ആലോചിക്കുന്നത്. പെടുത്താനാണോ ദീപകിന് പ്രയാസം?
അവൻ ആരാണെന്നറിയോ? ഏട്ടനോട് ഇരിക്കുന്നു. അല്ലെങ്കിലും പറയേണ്ട വാക്കുകൾ അതുപോലെ പറഞ്ഞല്ലേ പറ്റൂ. ഇവൻ സ്വയം കാമദേവനായിട്ടാ കറങ്ങുന്നേ. മൊട്ടേന്നൊരു നാളുകൾ തുടങ്ങിയതാ. അവൻ കാമദേവനോ യമദേവനോ ആയിക്കോട്ടെ, അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്നത് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ അനന്തരവനെന്നല്ലേ? അത് പിന്നെ അങ്ങനല്ലേ അറിയപ്പെടൂ. അല്ലാതെ സ്വന്തമായൊരു ഐഡന്റിറ്റി ഒന്നും അവൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ലല്ലോ. ഇവൻ നമ്മളോടൊപ്പം താമസിക്കുന്നതാ വലിയ പ്രശ്നം. വല്ല വഴിക്കും പോയിരുന്നെങ്കിൽ സ്വസ്ഥത ഉണ്ടാവുമായിരുന്നു. ചേച്ചിയോട് ഞാനിതൊക്കെ എങ്ങനെ പറയാ? ഏട്ടാ, എനിക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട്? ഈ സാന്ദ്രയെ ഇവര് വളച്ച് കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഇല്ലേ? ഋതുമോളുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കാനൊരു ശ്രമം. അത് യാമിനി പറഞ്ഞതിൽ വാസ്തവം ഉണ്ടാന്ന് എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാന്ദ്രയുമായുള്ള ഈ ഏർപ്പാട് ചേച്ചിയുടെ അറിവോട് കൂടി തന്നെയാണ്. അമ്മേമോനും വന്നെന്ന് തോന്നുന്നു. ഇവർ ഈ രാത്രിയിൽ ഇത് എവിടെ പോയതാ? ഇത് സ്ഥിര ഏർപ്പാടായിട്ടാ. ഏട്ടൻ കാണാഞ്ഞിട്ടാ. അമ്മയും മകനും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളും ഗൂഢാലോചനകളും ഉണ്ട്. നമുക്കിതൊക്കെ ചോദിച്ച് വഴക്കിടാൻ പറ്റുമോ ശേര? നമ്മുടെ ചേച്ചിയല്ലേ? ഞാനും സാന്ദ്രയും തമ്മിലുള്ള പ്രേമം ഇപ്പൊ ഇവിടെ എല്ലാവരും അറിഞ്ഞു കാണും. വലിയ മോൻ വന്ന് ചെറിയ മോനിനോടും യാമിനി പേടമോനിനോടും പറഞ്ഞു കാണും. എന്താ പ്രതാപ എല്ലാരും കൂടി? എന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ അമ്മയും മകനും കൂടെ എവിടെ പോയിരുന്നു? ദൈവമേ, ആ ജഗന്നാഥൻ എങ്ങാൻ ഇവിടെ വന്നു കാണോ? കഥ മുഴുവൻ പറഞ്ഞു കാണോ? ഞാനും ഇവനും കൂടി ഒന്ന് ടൗൺ വരെ പോയതാ.